Hi everyone, this is Renjusha. Welcome back to our channel. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ആവറേജ് ആണ്. ആവറേജ് A to Z സീരീസിലെ വീഡിയോ നമ്പർ 5th ആണിത്. ഇതിനു മുന്നേ നമ്മൾ 4 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇതിനു മുന്നേ നമ്മൾ ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് ബോക്സ് മെത്തേഡ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഒരു പേഴ്സൺ ജോയിൻ ചെയ്യുമ്പോൾ ആവറേജിൽ ഉണ്ടാവുന്ന ഇൻക്രിമെന്റ്, അതുപോലെ തന്നെ ആവറേജിൽ ഉണ്ടാവുന്ന ഡിക്രിമെന്റ്, ഒരു പേഴ്സൺ ലീവ് ചെയ്യുമ്പോൾ അവിടെ ആവറേജിൽ ഉണ്ടാവുന്ന ഇൻക്രിമെന്റും ആവറേജിൽ ഉണ്ടാവുന്ന ഡിക്രിമെന്റിനെ കുറിച്ച് 4 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിന് മുന്നിലുള്ള വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീപ്ലേസ്ഡ് ബൈ എ ന്യൂ പേഴ്സൺ. അതായത് ഒരു 10 പേഴ്സൺസ് ഉണ്ടെന്ന് കരുതാം. 10 പേഴ്സൺസിന്റെ ആവറേജ് എന്താണെന്ന് നമുക്ക് തന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരു പേഴ്സണെ മാറ്റിയിട്ട് ആ 10 പേഴ്സണിലെ ഒരു പേഴ്സണെ മാറ്റിയിട്ട് അവിടെ പകരം ഒരാളെ കൊണ്ടുവരുന്നു. അങ്ങനെയെങ്കിൽ അവിടെ ആവറേജിൽ ചിലപ്പോൾ ഇൻക്രിമെന്റ് സംഭവിക്കും, ചിലപ്പോൾ ഡിക്രിമെന്റ് സംഭവിക്കും. അതാണ് രണ്ട് കേസ്. അതായത് 10 പേഴ്സൺസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു 5 പേഴ്സൺസ് ഉണ്ടെങ്കിൽ അതിൽ ഒരാളെ മാറ്റിയിട്ട് പകരം ഒരാളെ കൊണ്ടുവരുമ്പോൾ അവിടെ ഒരു ആവറേജ് ഇൻക്രീസ് ആവും, അല്ലെങ്കിൽ അവിടെ ആവറേജ് ഡിക്രിമെന്റ് സംഭവിക്കും. അങ്ങനെയെങ്കിൽ ആ അഡീഷൻ ആയി കൊണ്ടുവരുന്ന ആ ന്യൂ പേഴ്സന്റെ ഇപ്പൊ ഏജ് ആണെങ്കിൽ ന്യൂ പേഴ്സന്റെ ഏജ്, വെയിറ്റ് ആണെങ്കിൽ ആ ന്യൂ പേഴ്സന്റെ വെയിറ്റ് എന്താണ്, അതുപോലെ തന്നെ മാർക്ക് ആണെങ്കിൽ ആ ന്യൂ പേഴ്സന്റെ മാർക്ക് എന്താണെന്ന് ചോദിക്കുന്നത്. നേരത്തെ നമ്മൾ എന്താ ചെയ്തത്, മൊത്തം ഒരു 10 പേഴ്സൺ ഉണ്ടെങ്കിൽ എക്സ്ട്രാ ഒരാള്, അതായത് ഒരാൾ ആഡ് ആവുമ്പോൾ അപ്പൊ എന്തായി ടോട്ടല് പേഴ്സൺ നമ്പർ ഓഫ് പേഴ്സൺസ് എത്രയായി, 11 ആയി മാറി. ഇവിടെ എന്താണ്, നമ്പർ ഓഫ് പേഴ്സൺസ് സെയിം തന്നെയാണ്, ഒരാളെ അവിടെ ഓൾറെഡി ഉള്ള ഒരാളെ റീപ്ലേസ് ചെയ്തിട്ട് പുതിയ ഒരാളെ കൊണ്ടുവരുന്നു. അങ്ങനെയെങ്കിൽ ആ പുതിയ ആളുടെ ഏജ്, പുതിയ ആളുടെ വെയിറ്റ്, പുതിയ ആളുടെ മാർക്ക് എന്താണെന്നാണ് ചോദിക്കുന്നത്. അത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യുന്നുണ്ട്. അതായത് ഇൻക്രിമെന്റ് ആവുമ്പോൾ ഒരു ഫോർമുലയുണ്ട്, അതുപോലെ തന്നെ ആവറേജ് ഡിക്രീസ് ആവുകയാണെങ്കിൽ ഒരു ഫോർമുലയുണ്ട്. ഇൻക്രീസ് ആവുകയാണെങ്കിൽ ന്യൂ പേഴ്സൺ എന്ന് പറയുന്നത് എന്താണ്, ന്യൂ പേഴ്സന്റെ ഇതെന്ന് പറയുന്നത് നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻറ്റു ഇൻക്രിമെന്റ് പ്ലസ് ഓൾഡ്. അതായത് നേരത്തെയുള്ള ആള് ഇപ്പൊ 65 kg ഉള്ള ഒരാളെ മാറ്റിയിട്ടാണ് പുതിയ ആളെ കൊണ്ടുവരുന്നതെങ്കിൽ ആ 65 ആണ് എന്തെന്ന് പറഞ്ഞത് അവിടെ ഓൾഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മൾ കൊടുക്കണ്ട. അപ്പൊ ന്യൂ പേഴ്സൺ, ഇപ്പൊ വെയിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ന്യൂ പേഴ്സന്റെ വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്, അവിടെ മൊത്തമുള്ള നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻറ്റു എത്ര ഇൻക്രിമെന്റ് ആവറേജ് സംഭവിച്ചു പ്ലസ് ഓൾഡ്, ആ മാറ്റിയ ആളുടെ വെയിറ്റ് എത്രയാണ്, അതാണ് നമ്മളവിടെ ഓൾഡിൽ കൊടുക്കേണ്ടത്. ഇനി എന്താണ് ഡിക്രിമെന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ന്യൂ പേഴ്സന്റെ വെയിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ന്യൂ പേഴ്സന്റെ വെയിറ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻറ്റു അവരുടെ ആ വെയിറ്റിൽ ഉണ്ടായ ഡിക്രിമെന്റ്. ഓക്കെ, ഡിക്രിമെന്റ് എത്ര ഡിക്രിമെന്റ് ആയി ഇൻറ്റു എന്താണ് ഡിഫറൻസ് ഓൾഡ് കേട്ടോ. ഇവിടെ അഡീഷൻ ഇൻക്രിമെന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നേരത്തെയുള്ള ആളുടെ ഏജിന്റെ കൂടെ ഇത് ആഡ് ചെയ്യും. എന്താണ് ഡിക്രിമെന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ മൈനസ് ചെയ്യണം. കാരണം എന്താണ്, ഒരാളുടെ ഏജ് അവിടെ ആഡ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ആവറേജിൽ ഇൻക്രിമെന്റ് സംഭവിക്കുകയാണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ആളുടെ ഏജിനേക്കാളും കൂടുതലാണെങ്കിൽ മാത്രമേ അവിടെ ആവറേജ് ഇൻക്രിമെന്റ് സംഭവിക്കുള്ളൂ അല്ലേ. അപ്പൊ എന്താണ് അവിടെ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ ഒരാൾ പേഴ്സൺ വരുമ്പോൾ ആ ആവറേജിൽ മൊത്തം ഡിക്രിമെന്റ് ആണ് സംഭവിക്കുന്നതെങ്കിൽ എന്താണ്, നേരത്തെ ഉണ്ടായിരുന്ന ആളെക്കാളും വെയിറ്റ് അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ആളുടെ ഏജിനേക്കാളും കുറവായിരിക്കും ആ പുതിയ ആള്. അപ്പൊ എന്താണ് അവിടെ ഡിഫറൻസ് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ രണ്ട് ഫോർമുലേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നേരെ നമുക്ക് പ്രോബ്ലത്തിലോട്ട് കിടക്കാം. First question നോക്കൂ. The average weight of 8 persons increases by 1.5 kg if a person whose weight is 65 kg is replaced by a new person. What could be the weight of the new person? അതായത് 8 persons ഉണ്ട്, അവരുടെ ആവറേജ് എന്ന് പറയുന്നത് അവരുടെ വെയിറ്റിലുള്ള ആവറേജ് എന്ത് ചെയ്യുന്നു, 1.5 kg കൂടുന്നു. എങ്ങനെ, ഒരു പേഴ്സൺ, അതായത് ആ പേഴ്സന്റെ വെയിറ്റ് 65 kg വെയിറ്റ് ഉള്ള ഒരു പേഴ്സണെ മാറ്റി ഒരു പുതിയൊരു പേഴ്സൺ അവിടെ ആഡ് ആവുമ്പോൾ അവരുടെ ആവറേജിൽ എന്ത് ചെയ്യുന്നു, 1.5 kg കൂടുതന്നു അല്ലേ. അപ്പൊ എന്ത് ചെയ്യുന്നു, ആ ഒരു ന്യൂ പേഴ്സൺ ആഡ് ആയിട്ടുള്ള ആ ന്യൂ പേഴ്സന്റെ ഏജ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു ഫോർമുല എന്താണ്, ന്യൂ പേഴ്സന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻറ്റു എന്താണ്, നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻറ്റു ഇൻക്രിമെന്റ് അല്ലേ, ഇൻക്രിമെന്റ് പ്ലസ് നേരത്തെ ഉണ്ടായിരുന്ന ആളുടെ വെയിറ്റ് അല്ലേ. അപ്പൊ പുതിയ ആളുടെ വെയിറ്റ്, നമ്പർ ഓഫ് പേഴ്സൺസ് എത്രയാണ്, 8 പേഴ്സൺസ് ആണ് അല്ലേ. ഒരാളെ റീപ്ലേസ് ചെയ്ത് ഒരാളെ ന്യൂ ആഡ് ആയാലും അവിടെ എന്താണ് നമ്പർ ഓഫ് പേഴ്സൺസ് എന്ന് പറയുന്നത് 8 പേഴ്സൺസ് ഇൻറ്റു ആ ആവറേജിൽ എന്താണ് ഇൻക്രിമെന്റ്, എത്ര ഇൻക്രിമെന്റ് ആണ്, 1.5 kg ഇൻക്രിമെന്റ് സംഭവിച്ചു
പ്ലസ് ഓൾഡ് വെയിറ്റ് എത്രയാണ് 65 kg ആണ് അല്ലേ. ഓൾഡ് വെയിറ്റ് എന്ന് പറയുന്നത് ഓൾഡ് ആ റീപ്ലേസ് ചെയ്തിട്ടുള്ള ആ പേഴ്സന്റെ നേരത്തെ ഉള്ള ഓൾഡ് പേഴ്സന്റെ വെയിറ്റ് എത്രയാണ് 65 kg. 65 എന്ന് കിട്ടി. which is equal to 8 into 1.5 എന്ന് 8 into 1 എന്ന് പറഞ്ഞാൽ 8 into 1 എന്ന് പറഞ്ഞാൽ 8 0.5 വെച്ച് കഴിയുമ്പോൾ 4. അപ്പൊ 8 plus 4 എന്ന് പറഞ്ഞാൽ 12 plus 65 which is equal to എന്താണ് 77. അപ്പൊ എന്താണ് പുതിയ പേഴ്സന്റെ വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ് 77 kg. ഓക്കെ, അപ്പൊ ആൻസർ എന്ന് പറയുന്നത് 77. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ദി ആവറേജ് ഏജ് ഓഫ് 8 men is increased by 4 years when one of them whose age is 30 years is replaced by a new man. What is the age of new man എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് ഇവിടെ ഇൻക്രിമെന്റ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ന്യൂ പേഴ്സന്റെ ഏജ് എന്ന് പറയുന്നത് എത്രയാണ്? ന്യൂ പേഴ്സന്റെ ഏജ് എന്ന് പറയുന്നത് ഈക്വൽ ടു നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻറ്റു ഇൻക്രിമെന്റ് പ്ലസ് ഓൾഡ് അല്ലേ. ഓൾഡ് ഇനി എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് നമ്പർ ഓഫ് പേഴ്സൺസ്, എത്ര നമ്പർ ഓഫ് പേഴ്സൺസ് ഉണ്ട് ആദ്യം എന്നാ പറഞ്ഞിട്ടുള്ളത്? 8 men എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 8 men ഇൻറ്റു എത്ര ഇൻക്രിമെന്റ് സംഭവിച്ചു? 4 years ഇൻക്രീസ് ആയി അല്ലേ. അപ്പൊ 8 into 4 പ്ലസ് നേരത്തെ ഉണ്ടായിരുന്ന ആളുടെ ഏജ് എത്രയാണ്? 30 years which is equal to 8 into 4 എന്ന് പറഞ്ഞാൽ 32 അല്ലേ. 32 plus 30 എന്ന് പറഞ്ഞാൽ എന്താണ്? 62. അപ്പൊ എന്താണ് കിട്ടി? ആ പുതിയ ആള് ആഡ് ആയിട്ടുള്ള ആ പുതിയ ആളുടെ ഏജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 62 years. അപ്പൊ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ദി ആവറേജ് വെയിറ്റ് ഓഫ് 6 people increases by 3 kg when a new person comes in place of one of them weighing 65 kg. What might be the weight of the new person എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ്? നേരത്തെ പോലെ തന്നെയാണ് വെയിറ്റിൽ ഇൻക്രിമെന്റ് ആണ് സംഭവിച്ചിട്ടുള്ളത്. ഒരു പേഴ്സണെ റീപ്ലേസ് ചെയ്ത് മറ്റൊരു പുതിയ പേഴ്സൺ വന്നു. അപ്പൊ എന്താണ്? ന്യൂ പേഴ്സന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു നമ്പർ ഓഫ് പേഴ്സൺ ഇൻറ്റു ഇൻക്രിമെന്റ് പ്ലസ് ഓൾഡ് ആ നേരത്തെ ഉണ്ടായിരുന്ന ആളുടെ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? നമ്പർ ഓഫ് പേഴ്സൺസ് എത്രയുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്? 6 persons ആണ്. അപ്പൊ 6 ഇൻറ്റു എത്രയാണ് വെയിറ്റിൽ ഇൻക്രിമെന്റ് സംഭവിച്ചത്? 3 kg പ്ലസ് നേരത്തെ ഉണ്ടായിരുന്ന ആളുടെ വെയിറ്റ് എത്രയാണ്? നേരത്തെ ഉണ്ടായിരുന്ന വെയിറ്റ് എന്ന് പറയുന്നത് 65 ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 6 into 3 എന്ന് പറയുമ്പോൾ 18 plus 65 എത്ര കിട്ടി? 70, 80, 83. അപ്പൊ എന്താണ്? പുതിയ ആളുടെ വെയിറ്റ് എന്ന് പറയുന്നത് 83 kg ആണെന്ന് കിട്ടി. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 83 kg. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ദി ആവറേജ് വെയിറ്റ് ഓഫ് 10 people increases by 3 kg when a new person comes in place of one of them weighing 80 kg. What is the weight of the new person ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? ഇൻക്രിമെന്റ് തന്നെ സംഭവിച്ചിട്ടുള്ള 10 persons ഉണ്ട് അല്ലെ. അപ്പൊ നമ്പർ ഓഫ് പേഴ്സൺസ് എത്രയാണ്? 10 persons ഉണ്ട്. ഇവിടെ എത്ര ഇൻക്രിമെന്റ് ആണ് വെയിറ്റിൽ സംഭവിച്ചത്? 3 kg ആണ് വെയിറ്റിൽ സംഭവിച്ചത്. പ്ലസ് നേരത്തെ ഉണ്ടായിരുന്ന ആളുടെ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണെന്നുണ്ട്? നേരത്തെ ഉള്ള ആളുടെ 80 kg ആണെന്നുണ്ട്. വിച്ച് ഈസ് ഈക്വൽ ടു എന്താണെന്ന് കിട്ടി? 10 into 3 എന്ന് പറയുമ്പോൾ 30 plus 80. അപ്പൊ എന്താ കിട്ടി? 110 ആണ്. 110 kg ആണ് പുതിയ ആളുടെ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആൻസർ ഈസ് 110. Next question നോക്കൂ. The average weight of 10 men is decreased by 3 kg when one of them weighing 65 kg is replaced by a new person. What will be the weight of the new person എന്ന് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എന്ത് ചെയ്തു? ആവറേജ് എന്നതിൽ ഡിക്രിമെന്റ് ആണ് സംഭവിച്ചത്. അപ്പൊ നമ്മൾ എന്ത് സെക്കൻഡ് ഫോർമുല യൂസ് ചെയ്യും. സെക്കൻഡ് ഫോർമുല എന്താണ്? ന്യൂ പേഴ്സന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻറ്റു ഡിക്രിമെന്റ് ഡിഫറൻസ് ഓൾഡ് പേഴ്സന്റെ ഡീറ്റെയിൽസ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യുന്ന? ഇവിടെ വെയിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. 10 persons ഉണ്ട്. അപ്പൊ നമ്പർ ഓഫ് പേഴ്സൺസ് 10. ഇവിടെ എന്ത് ചെയ്തു? വെയിറ്റില് ആവറേജിൽ എന്ത് ചെയ്തു? ഡിക്രിമെന്റ് സംഭവിച്ചത് എത്രയാണ്? 3 kg അല്ലെ. 10 into 3 ഡിഫറൻസ് നേരത്തെ ഉണ്ടായിരുന്ന ആളുടെ വെയിറ്റ് എത്രയാണ്? 65 which is equal to 30 ഡിഫറൻസ് 65 which is equal to 35. അപ്പൊ ന്യൂ പേഴ്സന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 35 kg ആണെന്ന് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ദി ആവറേജ് ഏജ് ഓഫ് 7 person is decreased by 2 kg when one of them age 15 years is replaced by a new person. What will be the age of the new person ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ്? ഇവിടെയും ആവറേജിൽ എന്താണ്? ഡിക്രിമെന്റ് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. നേരത്തെ എത്ര ഉണ്ട്? ന്യൂ പേഴ്സന്റെ ഏജ് എത്രയാണ്? നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻറ്റു ഡിക്രിമെന്റ് ഡിഫറൻസ് ഓൾഡ് ആണ് അല്ലേ ഫോർമുല. അപ്പൊ നമ്പർ ഓഫ് പേഴ്സൺസ് എത്രയാണ്? 7 persons ആണ്. 2 ആണ് ഡിക്രിമെന്റ് സംഭവിച്ചത്. ഡിഫറൻസ് ഓൾഡ് പേഴ്സന്റെ 15 years. ഓൾഡ് പേഴ്സന്റെ ഏജ് എന്ന് പറയുന്നത് എത്രയാണ്? 50 years. അപ്പൊ എന്താണ് കിട്ടി? ഈക്വൽ ടു 7 into 4 എന്ന് പറയുമ്പോൾ 2 എന്ന് പറയുമ്പോൾ 14 ഡിഫറൻസ് 50. 50 minus 14 എത്രയാണ്? 36 അല്ലേ. അപ്പൊ ന്യൂ പേഴ്സന്റെ ഏജ് എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടി? 36 years ആണെന്ന് കിട്ടി.
Next question നോക്കൂ. The average weight of 8 person is decreased by 4 kg when one of them weighing 52 kg is replaced by a new person. What will be the weight of the new person എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് ഇവിടെയും വെയിറ്റിൽ എന്താണ് ആവറേജിൽ ഡിക്രിമെന്റ് ആണ് സംഭവിച്ചത്. അപ്പൊ എന്താണ് ന്യൂ പേഴ്സന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു നമ്പർ ഓഫ് പേഴ്സൺസ് എത്രയാണ്? നമ്പർ ഓഫ് പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ 8 ഇൻറ്റു എത്ര ഡിക്രിമെന്റ് സംഭവിച്ചു? 4 kg ഡിക്രിമെന്റ് സംഭവിച്ചു അല്ലെ? ഡിഫറൻസ് ഓൾഡ് നേരത്തെ ഉണ്ടായിരുന്ന ആളുടെ ഏജ് എത്രയാണ്? വെയിറ്റ് എത്രയാണ്? അവരുടെ 52 ആണ്. 52 kg is equal to 4 into 8 എന്ന് പറയുമ്പോൾ എത്രയാണ്? 32 ഡിഫറൻസ് 52 എത്രയെന്ന് കിട്ടി? ഈക്വൽ ടു 20. അപ്പൊ എന്താണ് പുതിയ ആളുടെ വെയിറ്റ് എത്രയാണ്? 20 kg ആണെന്ന് കിട്ടി. ഇതോടുകൂടി നമ്മൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇന്ന് സോൾവ് ചെയ്ത എല്ലാ പ്രോബ്ലംസും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊന്ന് ഷെയർ എത്തിക്കുക. മറ്റൊരു വീഡിയോയും മറ്റൊരു ടോപ്പിക്കുമായിട്ടും കാണാം. ഓക്കെ, താങ്ക് യു.